പട പേടിച്ച് പന്തളത്ത് എന്നപ്പോ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ അതാണിപ്പോൾ മോദിയുടെയും മോദി നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയുടെയും ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. കാരണം അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് അദ്ദേഹം ഭരിക്കുന്ന മന്ത്രിസഭയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ മോദിയെ വിമർശിക്കുന്ന ഒരേ ഒരു ക്യാബിനറ്റ് മന്ത്രി മാത്രമേ ഉള്ളൂ. അത് മറ്റാരുമല്ല, സാക്ഷാൽ നിതിൻ ഗഡ്കരിയാണ്. മോദി എന്നോ അമിത് ഷാ എന്നോ ഒരു വ്യത്യാസവുമില്ലാതെ, ആരെയും ഭയമില്ലാതെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് നിതിൻ ഗഡ്കരി. ഏത് കമ്മിറ്റിയിലായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറയും. അതാണ് അദ്ദേഹത്തിന്റെ പൊതു സ്വഭാവം. ഇപ്പോഴിതാ നിർമ്മല സീതാരാമൻ എല്ലാ സംസ്ഥാനങ്ങളോടും കാണിച്ചിരിക്കുന്ന കടുത്ത അവഗണനയ്ക്കും അതുപോലെ ആരോഗ്യ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്ന വർദ്ധിച്ച നികുതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അദ്ദേഹം. ആ നടപടി ഉടൻ പിൻവലിക്കണമെന്ന് നിർമ്മല സീതാരാമനോട് പറഞ്ഞിരിക്കുകയാണ് ഗഡ്കരി. ഇത് സാധിക്കില്ല എന്ന് പറയുന്ന നിർമ്മല സീതാരാമനോട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാര്യം പറയാം. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. എന്റെ ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഒന്നുകിൽ ഞാൻ രാജിവെക്കും, അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ വഴിയെ നിങ്ങൾ കൊണ്ടെത്തിക്കണം. അത് ഞാൻ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കൃത്യമായി നിർദ്ദേശിക്കുന്നു എന്നുമാണ് അദ്ദേഹം നിർമ്മലയ്ക്ക് താക്കീത് നൽകിയത്. ഈ കാര്യത്തിൽ അമിത് ഷാ ഇടപെടേണ്ട കാര്യമില്ല എന്നും ഗഡ്കരി പറഞ്ഞു. രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഗഡ്കരി പടയൊരുക്കത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുറപ്പാണ്. അമിത് ഷായുടെ മികവിനേക്കാൾ രാഷ്ട്രീയ പാരമ്പര്യം BJP-യിൽ എനിക്കാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. RSSന്റെ ആസ്ഥാന കേന്ദ്രത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്ത്രങ്ങളും രീതികളും ഇങ്ങോട്ട് പയറ്റണ്ട. ഈ രീതിയിലാണ് അമിത് ഷായോട് ഗഡ്കരി കയർക്കുന്നത്. ഇത് കൃത്യമായും BJP നേതൃത്വത്തിന് ഒരു പാഠമായി കഴിഞ്ഞു. മോദിയും അമിത് ഷായും വിചാരിച്ചാൽ അങ്ങ് മല മറിക്കാം എന്ന് വിചാരിക്കുന്ന പഴയ BJP അല്ല ഇത് എന്ന് ഗഡ്കരി പറഞ്ഞു. താൻ വിചാരിച്ചാലും ഇവിടെ പലതും നടക്കും എന്ന് പുതിയ BJP മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗോവയിൽ നടക്കുന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ വെടി പൊട്ടിച്ചിരിക്കുകയാണ് ഗഡ്കരി. ഇതെടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അമിത് ഷായെയാണ് ഗഡ്കരി വെല്ലുവിളിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഗഡ്കരി കൃത്യമായി BJP-യെ കുറ്റപ്പെടുത്തിയാൽ പോലും BJP കേന്ദ്ര നേതൃത്വത്തിന് തിരിച്ചൊന്നും പറയാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ. ഇതേ നിലപാടിൽ തന്നെ ഗഡ്കരി തുടർന്നാൽ BJP ആകെ അവതാളത്തിലാകും എന്ന് തന്നെയാണ് ക്യാബിനറ്റിലുള്ളവർ മൊത്തം പറയുന്നത്. എന്നാൽ ഗഡ്കരി മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് നടന്നു നീങ്ങുന്നത്. മന്ത്രിസഭയിൽ നിന്ന് നിർമ്മല സീതാരാമൻ മാറിയിരിക്കണം. അവർ ഇന്ത്യ കണ്ട ഏറ്റവും മോശം ധനകാര്യമന്ത്രിയാണെന്ന് പറയുന്നതിൽ തനിക്ക് ഒരു മടിയുമില്ല എന്ന് തന്നെയാണ് ഗഡ്കരി പറഞ്ഞു വെക്കുന്നത്. നിർമ്മലയുടെ രാജി അല്ലാതെ മറ്റൊരു വഴിയില്ല. ഇത് മന്ത്രിസഭയെ പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രതിപക്ഷം ഇത് രാഷ്ട്രീയപരമായ രീതിയിൽ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും കഴിവുകെട്ട മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ എന്ന് ആർക്കും സംശയമില്ല. അത് BJP-ക്ക് പോലും നന്നായി അറിയാമെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തീരുമാനം വൈകിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും കേവല ഭൂരിപക്ഷമില്ലാത്ത നമ്മുടെ മന്ത്രിസഭ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വീഴാമെന്നും ഗഡ്കരി ഓർമ്മിപ്പിച്ചത്. വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രം നൽകുക. നൽകിയ വാഗ്ദാനത്തിന് ഇനിയും മുൻതൂക്കം നൽകിയില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രഹരം ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പോലും ആവില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.